മീനാക്ഷി പെണ്ണെ, നിനക്കൊരു നാണം. നാണിക്കാൻ പറ്റിയൊരു മോന്ത താൻ പൊടക്കാല. ഇടി യക്ഷി, നിന്നെ ഉണ്ടല്ലോ മടല് വെട്ടി അടിക്കണം. നീ നന്നാവില്ല, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. താൻ ഇനി വാടാക്കാല. എന്നെ അടിക്കാൻ ഞാൻ നിന്ന് തരുമല്ലേ, തന്നെ ഞാൻ മടല് വെട്ടി അടിക്കും. ഒരു രുദ്രൻ വന്നേക്കുന്നു. നിന്നെ എന്താ വേണ്ടതെന്ന് എനിക്കറിയാടി. താനിനെ എന്തോ ബാക്കി പറയുന്നതിന് മുൻപേ രുദ്രൻ നാഥുവിൻ്റെ അതരങ്ങൾ അവൻ്റേതാക്കിയിരുന്നു. അവൾ ഒരു കൈ അവൻ്റെ തോളിൽ അള്ളിപ്പിടിച്ചു, മറ്റേ കൈ അവൻ്റെ മുടിയിൽ കുരുത്തു വലിച്ചു. പെട്ടെന്ന് അവർ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ട് അകന്നു മാറി. അവർ നോക്കിയപ്പോൾ കണ്ടത് താഴെക്കൂടി ഒഴുകുന്ന കഞ്ഞിയാണ്. രുദ്രനുള്ള കഞ്ഞി കൊണ്ടുവന്നതാണ് നിഹ. കൊച്ചു ഫ്രഞ്ച് വിപ്ലവം കണ്ട് ഞെട്ടി കയ്യിലിരുന്ന് ചോറ്റുപാത്രം തറയിലിട്ടു. എന്നാലും ഈ കൃത്യസമയത്ത് തന്നെ ഇവളവിടുന്ന് പൊട്ടിമുളയ്ക്കുന്നു ആവോ, ആർക്കറിയാം. ഇതിൻ്റെ പുറകെ വന്ന ആദ്യം ഈ കാഴ്ച കണ്ടു. ഈ പാൽക്കുപ്പിയുടെ മുന്നിൽ വെച്ച് നീയൊക്കെ റൊമാൻസിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നിനക്ക് വീട്ടിൽ പോകുന്നവരൊന്ന് ക്ഷമിച്ചൂടെ? നീ പുറം ഡാഷ് മോനെ, എൻ്റെ റൊമാൻസ് മുടക്കിയൊന്നും പോരാ, എന്നിട്ട് ചിലയ്ക്കുന്നോ? ആരാണോ തൻ്റെ പാൽക്കുപ്പി? നീ അടി കുട്ടിപ്പിശാശേ പാൽക്കുപ്പി. എടോ ചൊറിയമ്പുഴു, താനാണോ പാൽക്കുപ്പി? ഓ സമ്മതിച്ചു, നിന്നോട് വഴക്കുണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. അവളിൽ ഒരു വേദനയുണ്ടായി. കാരണം ഇത്രയും നാളും ആ വഴക്കുകളെ അവൾ എൻജോയ് ചെയ്തിരുന്നു. രുദ്ര, ഞാൻ വന്നതൊരു കാര്യം പറയാനാണ്. എന്താ മതി? അത് വീട്ടിൽ ഭയങ്കര പ്രഷറാടാ. നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് എൻ്റെയും നടത്താൻ. സോ ഞാൻ നാട്ടിലേക്ക് പോകുന്നു. എൻ്റെ പുറകെ നടന്ന ആ സുന്ദരി, കണ്ണൊക്കെ വാലിട്ടെഴുതിയ കൊച്ച്, എന്താ അതിൻ്റെ പേര്? വേദിക. അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം അവനെ നോക്കി കണ്ണുരുട്ടി കയ്യിലൊരു നുള്ളു കൊടുത്തു. ആണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അത് തന്നെ വേദിക, എൻ്റെ വേദു. അവൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്. കൂടാതെ ചില ആൾക്കാരെ പോലെ വെറുതെ വഴക്കിന് വരുന്ന സ്വഭാവമൊന്നുമില്ല. അത് നിഹയെ നോക്കിയാണ് പറഞ്ഞത്. പിന്നെ ആളും ഡോക്ടറാണ്. കല്യാണം കഴിഞ്ഞ് എബ്രോഡ് സെറ്റിൽ ആവണം. സോ കല്യാണം ഉടനെ കാണും. എല്ലാവരും വരണം. അടുത്ത ആഴ്ചയാണ്. അപ്പോൾ ഉറപ്പും പെണ്ണുകാണിലൊന്നും ഇല്ലേ? അത് ചെക്കനും പെണ്ണും അറിയാവുന്നത് കൊണ്ട് ആ ചടങ്ങൊന്നുമില്ല. സോ ഞാൻ പോവാം, കല്യാണത്തിന് വരാം. ഓൾ ദ ബെസ്റ്റ് രുദ്ര. അവൻ രുദ്രനെ കെട്ടിപ്പിടിച്ചു. മോളെ ആദു, പോവാം. അവൻ അവളെയും ചേർത്ത് പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുത്തു. ശരി ഏട്ടാ, പോയിട്ട് വാ. ഓൾ ദ ബെസ്റ്റ്. വേദിക ചേച്ചി അന്വേഷിച്ചെന്ന് പറയണേ. പറയാം മോളെ. അവൻ അവളുടെ കവിളിൽ തട്ടിപ്പറഞ്ഞു. എന്നിട്ട് നിഹയെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് ആ മുറി വിട്ടിറങ്ങി. പേരറിയാത്തൊരു വികാരം നെഞ്ചിൽ ഒരു കൊളുത്തിവലി നിഹയ്ക്ക് ഫീൽ ചെയ്തു. നിറഞ്ഞു വന്ന കണ്ണുനീര് ആരും കാണാതെ ഇരിക്കാൻ അവൻ്റെ പുറകെ അവളും ആ മുറി വിട്ടിറങ്ങി. ആദിയേട്ടാ. എന്താ? അത് നേരത്തെ പറഞ്ഞത് സത്യമാണോ? എന്ത്? ആദിയേട്ടൻ്റെ കല്യാണം. സത്യമാ. എന്തേ, തമ്പുരാട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലേ അടിയൻ കല്യാണം കഴിക്കുന്നത്? 10-25 വയസ്സായി, ഇനിയും നിന്നാ മൂത്ത് നരച്ചു പോവും. അവൻ മുഖത്ത് ഗൗരവം നിറച്ചു പറഞ്ഞു. അത് ആദിയേട്ടൻ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാലും ആദിയേട്ടാ, നിങ്ങളെ എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെന്താ എന്നെ ഇഷ്ടപ്പെട്ട? ഓ സോറി, ഞാൻ ഓർത്തില്ല. നിന്റെ കാഴ്ചപ്പാടി ഞാൻ പെൺപിള്ളേരെ അനാവശ്യമായി പിടിക്കുന്നവനാണല്ലോ. അത് ആദിയേട്ടാ, ഞാൻ അന്ന് ആ രീതിയിൽ മതി നിർത്ത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എങ്ങനെയാണെന്ന് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യവും എനിക്കില്ല. ആദിയേട്ടാ സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. ഇറ്റ്സ് ഓക്കെ. ഞാനെൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതങ്ങനെ തീരട്ടെ. ദൈവം വിധിച്ചതേ നടക്കൂ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ എറണാകുളം പോവും. പിന്നെ താങ്ക്സ്. എന്തിന്? നിൻ്റെ കൂടെയുള്ള വഴക്ക് ഞാൻ ഒരുപാട് ആസ്വദിച്ചിരുന്നു. ഞാൻ ശരിക്കും മിസ് ചെയ്യും. ഞാനും. എന്നാൽ ശരി നിഹ, നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ വീട്ടിലോട്ട് വരാം. ഇപ്പോൾ ഡ്യൂട്ടി ടൈമാണ്. ശരി അതേട്ടാ. നിഹ, പിന്നെ തൻ്റെ ഒറിജിനൽ പ്ലേസ് എവിടെയാണ്? എൻ്റെ വീട് ഇവിടെ തന്നെയാണ്. അച്ഛനും അമ്മയും ബിസിനസ് മീറ്റിന് പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ രുദ്രൻ്റെ വീട്ടിൽ നിൽക്കുന്നു എന്നേ ഉള്ളൂ. ശരി, എന്നാൽ ബൈ. ഓക്കെ ബൈ. അവർ 2 പേരും പിരിഞ്ഞു. ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ. എന്തിനോ വേണ്ടി 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിഹയ്ക്ക് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ രൂപപ്പെട്ടിരുന്നു. ഞാൻ ആദിയേട്ടനെ സ്നേഹിച്ചിരുന്നു. അറിയില്ല. എന്താണ് എനിക്ക് ഈ വേദന അനുഭവപ്പെടുന്നത്? അറിയില്ല. ഡിഡ് ഐ ലവ് ഹിം? യെസ്, ഐ ലവ് ഹിം. അവൾ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി.
അല്ലെങ്കിലും അതങ്ങനെയാണ്. ചില സത്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴത്തേന് അത് നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും. ഒരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തേക്ക്. വേണ്ട ഒരു ചിന്തയും എൻ്റെ മനസ്സിൽ വേണ്ട. വർഷങ്ങളായി ഏട്ടനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെയാണ് ഏട്ടൻ സ്നേഹിക്കേണ്ടത്. അതിലൊരിക്കലും ഞാൻ മൂന്നാമതൊരാളായി കയറി ശല്യം ചെയ്യാൻ പാടില്ല, നിഹ ആത്മകഥം പറഞ്ഞു. ഈ ചിന്ത, ഈ നിമിഷം ഈ നിഹ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുന്നു. അതാണ് നല്ലത്. ഞാൻ കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അവൾ അതും ചിന്തിച്ചുകൊണ്ട് നടന്നു നീങ്ങി. ഈ സമയം ആദിയുടെ മനസ്സും നീറിപ്പുകയുകയായിരുന്നു. രുദ്രൻ്റെ മുറിയിൽ. രുദ്രേട്ടാ. അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് ഒന്ന് അലസമായി മൂളി. രുദ്രേട്ടാ. അവൻ വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കാൻ അത് തന്നെ തുടർന്നു. അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. കാല എന്താടി യക്ഷിപ്പെണ്ണെ? അവൻ അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു. കൂടുതൽ കിന്നിരിക്കല്ലേ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണം. നീ പറയടി. അത് രുദ്രേട്ടാ, നിഹയുടെ കാര്യമാണ്. മനസ്സിലായി. അവളുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമുക്ക് നോക്കാം. പിന്നെ ഈ കഞ്ഞി കുടിച്ചേ, ക്ഷീണം മാറട്ടെ. അത് ഞാൻ ക്ഷീണിച്ചില്ലല്ലോ. ഇവിടെ കാല കൂടുതൽ കൊഞ്ചാതെ ഇതെടുത്ത് കുടിച്ചേ. പറ്റില്ല, നീ വാരിത്തരണം. അവൻ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിച്ചു. അവസാനം അവൾ അവന് വാരിക്കൊടുത്തു. അപ്പോഴാണ് ആദി അവിടേക്ക് വന്നത്. ഏക, നീ നിഹയൊന്ന് പോയി നോക്കിക്കേ. അവൾ ആ മുറി വിട്ടിറങ്ങി. നീ ആ കതവ് കുട്ടിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആദി രുദ്രൻ്റെ മുന്നിൽ വന്നിരുന്നു. പിന്നെ അവിടെ നടന്നത് ഒരു തെറി അഭിഷേകമായിരുന്നു. ദോഷു മോനെ, നിന്റെ വേളച്ചിൽ എൻ്റെ അടുത്ത് ഇറക്കരുത്. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് എന്തൊരു തെറിയാടാ? ഈ പുതിയതൊക്കെ എവിടുന്ന് വരുന്നു? എനിക്കും കൂടെ പഠിപ്പിച്ചതാ? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എടാ ആദി, നീ കൂടുതൽ കളിക്കല്ലേ. രുദ്രൻ ആദിയുടെ കൈ പിടിച്ച് പുറകോട്ട് തിരിച്ചു. അയ്യോ അമ്മേ ടാ. അവൻ കിടന്ന് കാറി. കൈ വിട്ടടാ നാറി, വേദനിക്കുന്നടാ. വേദനിക്കാൻ തന്നെയാണ് പിടിച്ചത്. എൻ്റെ പൊന്നു രുദ്ര, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ തരാം. ഈ കൈ ഒന്ന് വിട്. നീ കൈ വിട്ടില്ലെങ്കിൽ ഞാൻ വികലാംഗനായി പോവും. പിന്നെ എൻ്റെ ഭാവിയിലെ പിള്ളേർക്ക് നാണക്കേടാവും. അവരുടെ അച്ഛൻ വികലാംഗനായി പോയെന്നോർത്ത്. അവൻ എന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു. രുദ്രനാണെങ്കിൽ ഇവൻ എന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന മട്ടിൽ പല്ല് കടിച്ചു നോക്കി. അവൻ്റെ കൈ താനെ അഴിഞ്ഞു. ഓടാൻ പോയ ആദിയുടെ കയ്യിൽ പിടിച്ച് അവൻ ബെഡിലേക്ക് ഇട്ടു. അവൻ്റെ മേത്ത് കയറിയിരുന്ന് തലയണ കൊണ്ടടിച്ചു. ആ തലയണ ചിന്നിച്ചിതറി. പിന്നെ രുദ്രൻ്റെ സ്വന്തം ഹോസ്പിറ്റലായതുകൊണ്ട് അവന് തന്നെ നഷ്ടം. എടാ എഴുന്നേറ്റ് മാറടാ പോത്തെ. നിന്റെ ഉരുക്ക് ശരീരം താങ്ങാനുള്ള ശക്തി എനിക്കില്ല എൻ്റെ പൊന്നെ. ഒന്ന് എണ്ണിച്ച് മാറടാ പ്ലീസ്. എഴുന്നേറ്റൊക്കെ മാറാം, പക്ഷെ സത്യം എനിക്കറിയണം. എന്ത് സത്യം? അവൻ വിക്കി. ഓൻ അറിയില്ലേ? ഇല്ല. ഓക്കെ ശരി, എന്നാൽ ഞാൻ പറയാം. നിന്റെ പുറകെ നടന്ന കുട്ടിയാണ് വേദിക. ഞാൻ സമ്മതിച്ചു. അതേ കുട്ടിയുടെ കല്യാണം അല്ല ഒരു മാസം മുമ്പ് നടന്നത്? ആണോ? സത്യം പറടാ. ഈ രുദ്രൻ്റെ വെടക്ക സ്വഭാവം വെളിയിലെടുപ്പിക്കരുത്. അറിയാലോ, രുദ്രൻ അടുത്താൽ ദേവനായിരിക്കും, മറിച്ച് വെറുക്കാനാണേ രുദ്രൻ അസുരനായിരിക്കും. അതാരായാലും രുദ്രൻ്റെ താണ്ഡവമായിരിക്കും കാണാൻ പോകുന്നത്. എൻ്റെ പൊന്നു മോനെ, നീ നടങ്ങ്, ഞാൻ പറയാം. എനിക്ക് നിൻ്റെ പെങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ അവളെ കെട്ടുന്നതിന് മുൻപ് അവളുടെ അധികമുള്ള എല്ലാം ഉണ്ടല്ലോ, അതൊന്നും ഓടിക്കണം. അതിനുവേണ്ടി കളിച്ച ഡ്രാമയാണ്. അവൻ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. രുദ്രൻ അവനെ നോക്കി പേടിപ്പിച്ചു. നീ എന്തിനാ എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? എന്തായാലും കൊള്ളാടാ കള്ള കാമുക. അതീ അവളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് പറയുക, മഹാതറയാണ്. അവളുടെ എല്ലൂരാൻ പോയി അവസാനം നിൻ്റെ എല്ലാം അവൾ ഊരി നിന്നെ ഭിത്തിയിൽ തേക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമോ? എൻ്റെ മോള് പാവുക. എന്നാലും അവളുടെ അധികമുള്ള അല്ല ഞാൻ ഊരും. എന്നാൽ പാവം ആദി അറിഞ്ഞില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് നിഹ വെളിയിൽ നിന്നത്. അവൾ പലതും ഉറപ്പിച്ച് അവിടെ നിന്നും പോയി. താരാടാ ചൊറിയുമ്പോഴും ഞങ്ങൾക്ക്, നിഹ ആത്മകഥം പറഞ്ഞു. അപ്പോഴാണ് ആദു തിരികെ വന്ന് ഡോറിൽ മുട്ടിയത്. മോള് വന്നോ? ഞാൻ കാറെടുക്കാൻ പോവാ. മോള് രുദ്രനെ കൂട്ടിക്കൊണ്ടു പോവാ. അതി ഏട്ടാ, എന്നാൽ നമുക്ക് പോയാലോ? പിന്നെ ആ വേദുവിനെ പൊളിയായിരുന്നു കാണാൻ. താൻ പോടാ കാല. താൻ ഞാൻ ഡിവോഴ്സ് ചെയ്തു. ചുമ്മാ പറഞ്ഞതടി. താൻ പോടോ. തന്നോട് ഞാൻ മിണ്ടില്ല. യക്ഷിപ്പെണ്ണേന്ന് വിളിച്ചോണ്ട് വാ, ഞാൻ കാണിച്ചു തരാം. വേണ്ടായിരുന്നു. അവർ വീട്ടിലേക്ക് തിരിച്ചു. അവർ വീട്ടിലെത്തി. ആദു ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. നേരത്തെ നടന്നതിൻ്റെ പേരിൽ രുദ്രനാണെങ്കിൽ അത് പറഞ്ഞു നേരത്തെ ഓർത്ത് സഹതപിച്ചു.
പക്ഷേ വേഗം അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ പുറകെ റൂമിലേക്ക് പോയി. ആദിയാണെങ്കിൽ നിഹയെ ചൂടുപിടിപ്പിക്കാൻ സങ്കടപ്പെടുത്തുവാനാവുന്ന 18 പണിയും നോക്കുകയാണ്. അവൻ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ എടുത്തിട്ട് സൊള്ളലായിരുന്നു. വെറും പ്രഹസനം അവളെ കാണിക്കാൻ. അവൾക്ക് പക്ഷേ ഇത് ഗ്രാസാണ്. അവളാണേൽ അന്തസ്സായിട്ട് അവനെ പുച്ഛിച്ചു വിട്ടു. കൂടാതെ അവൻ കാണാതെ ചിരി കടിച്ചു പിടിക്കുന്നുമുണ്ട്. ആദ്യമാണെങ്കിൽ അവൻ്റെ പ്ലാനൊന്നും വർക്കാവാത്തോണ്ട് കിളി പോയിരിക്കുകയാണ്. എന്തു പറ്റിയത് എന്നോർത്ത്. രണ്ടുപേരും പരസ്പരം ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവരവരുടെ മുറിയിലേക്ക് പോയി. രുദ്രൻ റൂമിലേക്ക് ചെന്നപ്പോൾ ആദു ഫ്രഷായി മുടി തുവർത്തുകയാണ്. അവൻ അവളെ പിറകിൽ കൂടി കെട്ടിപ്പിടിച്ചു. അവൻ്റെ നിശ്വാസം അവളുടെ ചെവിയിൽ തട്ടി. അവൾ അവളുടെ കൈ ടോപ്പിൽ ചുരുക്കി പിടിച്ചു. അവൾക്ക് അവനോട് ദേഷ്യം കാണിക്കണമെന്നുണ്ടെങ്കിലും അവൾക്ക് സാധിച്ചില്ല. അതിനേക്കാൾ ശരി അവൻ്റെ നിശ്വാസം അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതാകും. യക്ഷിപ്പെണ്ണെ, അവൻ പതിയെ അവളുടെ ചെവിയിൽ കടിച്ചു നുണഞ്ഞുകൊണ്ട് വിളിച്ചു. അവൾക്ക് ദേഹമാകെ വിയർക്കുകയായിരുന്നു. അവൾ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. യക്ഷിപ്പെണ്ണെ, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കില്ല. ഏക, നീ ചുമ്മാതെ പറഞ്ഞതല്ലേ. ടീ, നീ ഇങ്ങനെ മുഖം വെറുപ്പിക്കില്ലേ, കടിച്ച് തിന്നാൻ തോന്നും. അവൾ തിരിഞ്ഞ് അവനെ മുറുകെ പുണർന്നു. അവൾ അവൻ്റെ കാലിൽ കയറി നിന്നു. അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ എടുത്തുയർത്തി. അവളുടെ കാലുകൾ അവൻ്റെ അരയിൽ ചുറ്റി പിണഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിൽ ചുറ്റി. അവൻ്റെ മുഖത്തേക്ക് അവൾ നോക്കി. അവൻ്റെ വശ്യമായ ചിരി അവളെ ഒന്നുകൂടി അവനിലേക്ക് അടുപ്പിച്ചു. അവൾ അവൻ്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവിടുന്ന് അവളുടെ ചുണ്ടുകൾ പതിയെ ഇഴഞ്ഞ് അവൻ്റെ കൺപോളകളിൽ സ്ഥാനം പിടിച്ചു. അവിടെ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ്റെ നാസിക തുമ്പ് വഴി അധരങ്ങളിലെത്തിച്ചേർന്നു. അവളുടെ അധരങ്ങൾ അവൻ്റെ അധരങ്ങളോട് ചേർന്നു. അവൻ്റെ കൈകൾ അവളുടെ ടോപ്പിനിടയിലൂടെ മുകളിലേക്ക് സഞ്ചരിച്ചു. അവൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് മുറുകി. അവൾ അവൻ്റെ കീഴ്ചുണ്ടും മേൽചുണ്ടും മാറി മാറി നുണഞ്ഞു. അവന് ചുംബിക്കാൻ അവസരം കൊടുക്കാതെ അവൾ അവനെ ചുംബിച്ചു തളർത്തി. അവരുടെ നാവുകൾ തമ്മിൽ ചുറ്റിപ്പിണഞ്ഞു. കിന്നാരം പറഞ്ഞു. രണ്ടുപേരും അവരുടെ മായാലോകത്തായിരുന്നു.